നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയൽ മാഡ്രിഡിന്റെ ക്യാപ്റ്റൻ നാച്ചോ സൗദി അറേബ്യൻ ലീഗിലേക്ക്, ഈ കാര്യം കഴിഞ്ഞ ദിവസം തന്നെ സ്ഥിരീകരിക്കപ്പെട്ടതാണ്. പക്ഷെ ആ ക്ലബ്ബ് അൽ ഖാദിസിയ, നമ്മൾ ഇതുവരെ സൗദി അറേബ്യൻ പ്രോ ലീഗ് ഫോളോ ചെയ്യുമ്പോൾ കേൾക്കാത്തൊരു ടീമാണ്. കാരണം കഴിഞ്ഞ തവണ അവർ പ്രോ ലീഗ് കളിച്ചിട്ടില്ല. അവർ ഫസ്റ്റ് ഡിവിഷനിലായിരുന്നു. ഇപ്പോൾ പ്രൊമോട്ട് ചെയ്യപ്പെട്ട് ഈ സീസണിൽ അവർ പ്രോ ലീഗ് കളിക്കാൻ പോകുന്നു. അപ്പം സ്വാഭാവികമായിട്ടും എല്ലാവരും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. അദ്ദേഹം സൗദിയിലേക്ക് പോയാൽ തന്നെ ഒരു പക്ഷേ വമ്പൻ ക്ലബ്ബുകൾ അവിടെ അൽ നസർ ഉണ്ട്, അൽ ഹിലാൽ ഉണ്ട്, അൽ ഇത്തിഹാദ് ഉണ്ട്, അൽ അഹ്ലി ഉണ്ട്, ഇങ്ങനെയുള്ള വമ്പൻ ക്ലബ്ബുകളുണ്ട്. ആ ക്ലബ്ബുകളിലേക്ക് ഒന്നും പോകാതെ പ്രൊമോട്ട് ചെയ്തു വരുന്ന ടീമിലേക്ക് അദ്ദേഹം എത്തുകയാണ്. ആദ്യം അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുള്ള വിവരങ്ങളും നോക്കാം. നാച്ചോ സൗദി അറേബ്യയിലെ അൽ ഖാദിസിയ ക്ലബ്ബിലേക്ക് ജോയിൻ ചെയ്യുകയാണ് മെഡിക്കൽ ചെയ്തതിന് ശേഷം. ഇത് ഇന്നലെ ഫബ്രിസിയോ റൊമാനോ റിപ്പോർട്ട് ചെയ്തതാണ്. 2026 വരെയായിരിക്കും അദ്ദേഹത്തിന്റെ കോൺട്രാക്ട്. റയൽ മാഡ്രിഡിനെ ഇക്കാര്യം അറിയിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നാച്ചോ റയൽ മാഡ്രിഡിനോട് 23 വർഷങ്ങൾക്ക് ശേഷം ഗുഡ് ബൈ പറയുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫബ്രിസിയോ അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ ഹിയർ വി ഗോ കൺഫേംഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചുരുക്കത്തിൽ നാച്ചോ സൗദി അറേബ്യയിലേക്ക് 2 വർഷത്തെ ഡീലിൽ പോവുകയാണ്. സോ പോകുന്ന ക്ലബ്ബോ അത് അൽ ഖാദിസിയാണ്. അൽ ഖാദിസിയ ക്ലബ്ബ് 1967 അതായത് 57 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട ക്ലബ്ബാണ്. സ്ഥിതി ചെയ്യുന്നത് സൗദി അറേബ്യയിലെ അൽ ഖോബാറിലാണ്. ദമാമിനടുത്ത് അൽ ഖോബാർ എന്ന സിറ്റിയിലാണ് ഈ അൽ ഖാദിസിയ FC സ്ഥിതി ചെയ്യുന്നത്. ഇപ്പം നമുക്കറിയാം, അവിടുത്തെ വമ്പൻ ക്ലബ്ബുകൾക്ക് PIFന്റെ സഹായമുണ്ട്, അല്ലെങ്കിൽ PIF ആണ് ട്രാൻസ്ഫർ ഡീലിനും മറ്റുമൊക്കെ ആയിട്ട് ഫണ്ട് ഇറക്കുന്നത്. പക്ഷേ ഇത് PIF ക്ലബ്ബുകളിൽപ്പെട്ട ക്ലബ്ബല്ല അൽ ഖാദിസിയ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതിൻ്റെ ഓണർമാരായിട്ട് ഇപ്പം വന്നിട്ടുള്ളത് സൗദി അരാംകോയാണ്. അതുകൊണ്ട് തന്നെ വലിയ സൈനിങ്ങുകൾ നമ്മൾ പ്രതീക്ഷിക്കണം. പ്രൊമോഷൻ ലഭിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ തവണ അവർ മികച്ച താരങ്ങളെ അണിനിർത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പം പ്രൊമോഷൻ ലഭിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ ഓൾറെഡി നാച്ചോയെ അവർ സ്വന്തമാക്കുന്നു. ഇനിയും വമ്പൻ സൈനിങ്ങുകളിലേക്ക് ഈ ക്ലബ്ബ് പോകും എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. എന്തായാലും സൗദി അറേബ്യയിൽ കൂടുതൽ ക്ലബ്ബുകൾ കൂടുതൽ കരുത്തുറ്റ രൂപത്തിലേക്ക് മാറാൻ പോകുന്നു എന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.